എല്ലാ മാസവും ജിയോ എയർടെൽ പോലത്തെ സിം കമ്പനികൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൂടുതൽ പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അവരെല്ലാം വൃത്തിക്ക് ചെയ്യുന്നുണ്ട്, അതൊന്നും നിങ്ങൾ അറിയുന്നില്ല. അതിനുള്ള മെയിൻ ഉദാഹരണമാണ് പണ്ട് നമുക്ക് 149 രൂപയ്ക്ക് 28 ദിവസം വാലിഡിറ്റി ഉണ്ടായിരുന്ന ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ സെയിം പ്ലാൻ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 299 രൂപയ്ക്കാണ്. ഇനി വരുന്ന കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇനി ഈ റീചാർജ് പ്ലാന്റെ ഒക്കെ പ്രൈസ് ഇനിയും കൂടുന്നതാണ് കുറേ അധികം ന്യൂസ് വരുന്നത്. അതൊന്നും കൺഫേം ന്യൂസ് അല്ല, പക്ഷേ ഈ ന്യൂസിനെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വിഐയും ജിയോയും എയർടെലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങൾ. അവരുടെ എൻട്രി ലെവൽ പ്ലാനുകൾ കുറേ അവർ കുറേ സ്റ്റേറ്റിലെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജിയോ അവരുടെ പണ്ടത്തെ പ്രൈം മെമ്പർഷിപ്പ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ജിയോയുടെ 300 രൂപയുടെ മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് നിങ്ങളുടെ റീചാർജ് പ്ലാനിന്റെ ഒക്കെ പ്രൈസ് ലോക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് നിങ്ങൾ 299 രൂപയുടെ റീചാർജ് ആണ് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നാളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൈസ് ഹൈക്ക് കൂടി അത് 300 രൂപ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെയിം റേറ്റിൽ, അതായത് 299 രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് അത് റീചാർജ് തീർക്കാൻ വേണ്ടി പറ്റുന്ന, ഒരു വർഷത്തേക്ക് ഒരു മന്ത്ലി ആ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് അത് ആ സെയിം പ്രൈസിൽ തന്നെ റീചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോർമലി എല്ലാവരും കൊടുക്കുന്ന പോലെ തന്നെ 399 ഹൈക്ക് ആയി കഴിഞ്ഞാൽ കേട്ടോ, അത് ജസ്റ്റ് എക്സാമ്പിൾ ആണ്, ഹൈക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ റീചാർജ് പ്രൈസ് എന്തായാലും കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ നല്ല രീതിക്ക് ഇനിയും 10-20% കൂടുന്നുള്ള ആ ന്യൂസ് ശരിയായി വെക്കുന്ന കാര്യങ്ങളാണ് ഈ ജിയോ പോലത്തെ കമ്പനികൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ ഈ ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പ് തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ഈ റീചാർജ് പ്ലാൻസിനൊക്കെ പ്രൈസ് കൂട്ടുന്ന പരിപാടി പണ്ടോട്ടേ ഈ ജിയോ എയർടെലും വി ഒക്കെ ചെയ്തു വരുന്നുണ്ട്. അതായത് 2019 149 രൂപയ്ക്ക് നിങ്ങൾക്ക് 28 ദിവസം വാലിഡിറ്റി ഉണ്ടായിരുന്ന ഒരു പ്ലാൻ കിട്ടിയിട്ടുണ്ട്. ഈ പ്ലാനാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കുറച്ച് വർഷം കഴിഞ്ഞ സമയത്ത് ആ സെയിം പ്ലാൻ 199 രൂപയായി. പിന്നെ 2024 എത്തിയ സമയത്തേക്ക് ആ സെയിം പ്ലാൻ തന്നെ 28 ദിവസം വാലിഡിറ്റി ഉണ്ടായിരുന്ന ആ സെയിം പ്ലാൻ, അതായത് 149 രൂപയ്ക്ക് കിട്ടിയിരുന്ന പ്ലാൻ, പിന്നെ അത് 2024 എത്തിയ സമയത്ത് ആ സെയിം പ്ലാൻ തന്നെ 299 രൂപയ്ക്കാണ് ഇപ്പൊ നമ്മളൊക്കെ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സിം കമ്പനികളൊക്കെ അവരുടെ റീചാർജ് പ്ലാൻസിന്റെ പ്രൈസ് കൂട്ടാൻ വേണ്ടി പറയുന്ന ഒരു മെയിൻ കാരണമുണ്ട്. അതായത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായാലേ നമുക്ക് പ്രൈസ് കൂട്ടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അവർ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാരണമുണ്ട്. ആ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയുടെ ആർപു വളരെയധികം കുറവാണ്. അതായത് ആവറേജ് റവന്യൂ പെർ യൂസർ. ഈ ആവറേജ് റവന്യൂ പെർ യൂസറിന്റെ ഷോർട്ട് ഫോം ആണ് ആർപു എന്നുള്ള സംഭവം. ഈ ആർപു വരുന്നത് വെറും 196 രൂപ. അതായത് ആവറേജ് റവന്യൂ പെർ യൂസർ, ഒരാളിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വെറും 196 രൂപ മാത്രമേ നിങ്ങളുടെ സിം കമ്പനികൾക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഇത് ഈ ഇത്രയും ചെറിയ റവന്യൂ വെച്ചിട്ട് നമുക്ക് ഈ 5G നെറ്റ്വർക്കിന്റെ സ്പെക്ട്രും കാര്യങ്ങളും 5G നെറ്റ്വർക്കും ഇതിൻ്റെയൊക്കെ മെയിൻ്റെനൻസും കാര്യങ്ങളും നടക്കുന്നില്ല. ഇതൊക്കെ പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ റീചാർജ് പ്ലാൻസിന്റെ പ്രൈസ് ഞങ്ങൾക്ക് കൂട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇനിയും കൂട്ടാൻ വേണ്ടി പോകുന്നത്, പണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ അല്ലേ, കമ്പനിയുടെ പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് ഇങ്ങനെയല്ലേ, കമ്പനിയിൽ ബാങ്ക് ആയി പോകില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷേ അങ്ങനെയല്ല സംഭവം. ഈ ജിയോയുടെ എയർടെലിൻ്റെ ഒക്കെ നിങ്ങൾക്ക് എന്താ ഇയർലി റവന്യൂ ചാർട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെ സ്ക്രീനിലിട്ട് അവർ നല്ല ലാഭത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ എയർടെലുകാർക്ക് പിന്നെ ഇതിൻ്റെ ഇടയിൽ അവരുടെ ജിയോ കുറച്ച് കാലം ഫ്രീ ആയിട്ട് വന്ന സമയത്ത് കുറച്ച് കാലം ഫ്രീ ആയിട്ട് നെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അവർക്ക് കുറച്ച് റവന്യൂ ലോസ് ഉണ്ടായിരുന്നുണ്ടെങ്കിലും പിന്നെ അവരും അത് എന്താ പറയുക റിക്കവറായി വന്നിട്ട് നല്ല രീതിക്ക് രണ്ടാളും, ഈ ജിയോയും എയർടെലും നല്ല രീതിക്ക് റവന്യൂ തന്നെയാണ് ഇപ്പോഴും പണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് BSNLന്റെയും VIന്റെയും കാര്യം പറയാത്തതെന്ന്. മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ BSNL എന്ന് വെച്ചാൽ കാട്ടിൽ മാത്രമേ നിങ്ങൾക്ക് റേഞ്ച് കിട്ടുള്ളൂ. അതായത് റൂറൽ ഏരിയാസിൽ മാത്രമേ അതിന് മെയിനായിട്ട് BSNLന്റെ കവറേജും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതിന്റെ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര വീക്കാണ്. പിന്നെ ഉള്ളത് VI ആണ്. അതൊരു മുങ്ങാക്കപ്പലാണ്. അത് എന്നാണ് ബാങ്ക്രപ്റ്റ് ആയി പോകുന്നത് അവർക്ക് മാത്രമേ ഉള്ളൂ. കാരണം അത് ഫുള്ള് ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൽ യൂസേഴ്സും കുറവാണ്. ഈ മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ ആൾക്കാർ യൂസ് ആക്കുന്നത് ജിയോ എയർടെൽ, ഈ രണ്ട് സിമ്മുമാണ് മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ കൂടുതൽ യൂസ് ആക്കുന്നത്. പിന്നെ റൂറൽ ഏരിയാസിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ BSNലും, പിന്നെ കുറച്ച് ആൾക്കാർ ഈ ജിയോയും, അതായത് കുറച്ച് ആൾക്കാർ ഈ VIയും അതുപോലെ തന്നെ നമ്മുടെ BSNL യൂസ് ആക്കുന്നുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഈ ജിയോ എയർടെലൊക്കെ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അപ്പോൾ VI ഉണ്ടെങ്കിൽ മാത്രം അവർ എന്തായാലും പ്രൈസ് കൂട്ടും. അതുപോലെ തന്നെ BSNL ഇതിന് മുന്നേ ഒരു ഹൈക്ക് ഉണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. അതിലവർ പ്രൈസ് കൂട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ എന്തൊക്കെ പ്രൈസ് കൂട്ടുന്നുണ്ടെന്നാണ് കിട്ടുന്ന ന്യൂസ്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ നടക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവോപ്പൊളിയാണ്. മെയിനായിട്ട് ഇവിടെ എല്ലാവരും യൂസ് ആക്കുന്ന സിമ്മിൽ ജിയോ എയർടെൽ, മറ്റേ രണ്ട് സിമ്മിൻ്റെ കേസ് ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ മെയിനായിട്ടുള്ളത് ജിയോയും എയർടെലുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇത്രയും വലിയൊരു മാർക്കറ്റിന് ആകെ 2 കമ്പനീസാണ് ഉള്ളത്. പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ വേറെയും സിം കമ്പനികളുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരാൾ കൂട്ടിക്കഴിഞ്ഞാൽ, ഒരാൾ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാലും വേറെ ആളിലേക്ക് ചാടാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല. ആകെ 2 കമ്പനിയാണ് മെയിനായിട്ടുള്ളത്. VIന്റെയും BSNLന്റെയും കേസ് ഞാൻ പറഞ്ഞത് വിട്ട കേസ്. ഓക്കെ, പിന്നെ ഉള്ളത് ഈ ജിയോ എയർടെലും തന്നെ ഉള്ളൂ. ഇപ്പോൾ ജിയോയിൽ പ്രൈസ് കൂട്ടിയാൽ എയർടെലോട്ട് ചാടേണ്ടി വരും. ഇപ്പം ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് കൂട്ടുന്നത്. ഇപ്പോൾ ആദ്യം എയർടെൽ കൂട്ടും, അത് കണ്ടിട്ട് ജിയോയും കൂട്ടും, അല്ലെങ്കിൽ ആദ്യം ജിയോ കൂട്ടും, അത് കണ്ടിട്ട് എയർടെൽ കൂട്ടും. അപ്പം ഇവർ പക്കാ ഡുവോപ്പൊളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഡുവോപ്പൊളിയുടെ ഭാഗമായിട്ട് തന്നെ ഒരു പല സ്റ്റേറ്റിൽ നിന്നായിട്ട് കുറേ അധികം പ്ലാനുകൾ എടുത്ത് കളയുന്നുണ്ട്. അതിൽ കുറച്ച് പ്ലാനുകൾ ഞാൻ പറഞ്ഞുതരാം. 299 പ്ലാൻ ഉണ്ടായിരുന്നു, അതവർ എടുത്ത് കളയുന്നുണ്ട് പല സ്റ്റേറ്റിൽ നിന്ന്. അതുപോലെ തന്നെ 219 ഒരു പ്ലാൻ ഉണ്ട്, 319 ഒരു പ്ലാൻ, അതവർ പല സ്റ്റേറ്റിൽ നിന്ന് എടുത്ത് കളയുന്നുണ്ട്. അതുപോലെ തന്നെ 579 ഒരു പ്ലാൻ, അതവർ പല സ്റ്റേറ്റിൽ നിന്ന് എടുത്ത് കളയുന്നുണ്ട്. പിന്നെ 619 ഒരു പ്ലാൻ ഉണ്ട്, അതൊരു പല സ്റ്റേറ്റിൽ നിന്ന് എടുത്ത് കളയുന്നുണ്ട്. അതുപോലെ തന്നെ 649 ഒരു പ്ലാൻ ഉണ്ട്, അതും ഒരു പല സ്റ്റേറ്റിൽ നിന്ന് എടുത്ത് കളയുന്നുണ്ട്. ഇപ്പൊ ബേസിക് ആയിട്ട് ഒരാൾക്ക് ഒരു 28 ദിവസം കോളിങ്ങോ ഒരു ഡാറ്റയും വേണമെന്നുണ്ടെങ്കിൽ അവർ ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റീചാർജിന്റെ പ്രൈസ് എന്ന് വെച്ചാൽ 349 രൂപയാണ്. 299 ഒക്കെ പ്ലാൻ പല സ്റ്റേറ്റിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ബേസിക് ആയിട്ട് ഒരാൾക്ക് ഒരു 28 ദിവസം കോളിങ്ങും ഡാറ്റയും വേണമെന്നുണ്ടെങ്കിൽ 349 രൂപയാണ് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ചെയ്യേണ്ടി വരിക. ഇനി ഇതൊക്കെ പോട്ടെ അവർ പ്രൈസ് കൂട്ടിക്കോട്ടെ, പക്ഷെ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് നമുക്ക് തരണ്ടേ. ഇത് അതില്ല. കോൾ ഡ്രോപ്പ്, നെറ്റ്വർക്ക് ഇഷ്യൂ, ഇങ്ങനത്തെ പലതരത്തിലുള്ള ഇഷ്യൂസ് ആണ് ഇപ്പോഴത്തെ നെറ്റ്വർക്കിന് നമുക്കുള്ളത്. അവർ പ്രൈസ് കൂട്ടിയിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് തരികയാണെങ്കിൽ ഓക്കെ. ഇത് പ്രൈസ് മാത്രം കൂടുന്നുണ്ട്, ഫെസിലിറ്റി താഴോട്ടും വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. പ്രൈസ്
മാത്രം കൂടിയിട്ട് നമുക്ക് വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഒന്നും ഇങ്ങനെ പറഞ്ഞോണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടോ ഈ റീചാർജ് പ്ലാൻസിന്റെ പ്രൈസ് ഇങ്ങനെ കുറയാനൊന്നും പോകുന്നില്ല. അതിപ്പോൾ എന്തായാലും അങ്ങനെയുള്ളൂ, അത് എല്ലാവർക്കും അറിയുന്ന കേസാണ്. പക്ഷേ ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ട്രൈ ഉണ്ടല്ലോ, ട്രൈ എന്തെങ്കിലും ഒരു ഉത്തരവ് ഇറക്കി സാധാരണക്കാർക്ക് പറ്റി എന്തെങ്കിലും പ്ലാനൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഓർഡറൊക്കെ ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാത്ത പക്ഷം ഈ ജിയോ എയർടെലൊക്കെ പ്രൈസസ് കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ കൂടി റീചാർജ് ചെയ്യാൻ വേണ്ടി വരും. കാരണം നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, ആധാർ കാർഡ്, ഏറെക്കുറെ എല്ലാ ഡോക്യുമെന്റ്സും അതുമായിട്ട് ലിങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഒഴിവാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ട്രൈ എന്തെങ്കിലും ഒരു ഉത്തരവ് ഇറക്കും നമുക്ക് പ്രതീക്ഷിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തേക്കുക.